എല്ലാവർക്കും എജ്യൂനെറ്റിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പെൻസേഴ്സ് എവല്യൂഷണറി ഹിഡനിസം. എവല്യൂഷണറി ഹിഡനിസം ഇസ് എ കോൺസെപ്റ്റ് ചാമ്പ്യൻഡ് ബൈ ഹെർബർട്ട് സ്പെൻസർ. എവല്യൂഷണറി ഹിഡനിസം ആരുടെയാണ്? സ്പെൻസറിൻ്റെ ആണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് ദ ഡേറ്റ ഓഫ് എത്തിക്സ്. ഷോർട്ട് നോട്ടായിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. Herbert Spencer introduced a new moral philosophy by applying the principle of the theory of morality is not static but evolutionary in ethical discourse. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ മോറൽ ഫിലോസഫിയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? തിയറി ഓഫ് മൊറാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റേറ്റിക് ആയിട്ടുള്ള ഒന്നല്ല, അതിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് തന്നെ എന്താണ്? എവല്യൂഷണറി ആണ്, അതിൽ പരിണാമം സംഭവിച്ചുകൊണ്ടേയിരിക്കും. സ്പെൻസർ posited that the origins of morality can be traced back to the behavior of animals where moral principles began to take shape and evolve. അപ്പോൾ സ്പെൻസർ ഇവിടെ പറയുന്നത് എന്താണ്? മൊറാലിറ്റിയുടെ ഒറിജിൻ നമുക്ക് എന്താണ് മൊറാലിറ്റിയുടെ ഒറിജിൻ നമുക്ക് എങ്ങനെയാണ് ബിഹേവിയർ ഓഫ് ആനിമൽസിൻ്റെ ബിഹേവിയർ തൊട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതായത് നമ്മൾ മൊറാലിറ്റിയുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആനിമൽസിൻ്റെ ബിഹേവിയറോട്ട് നമുക്കത് പറയാൻ സാധിക്കും. വെയർ മോറൽ പ്രിൻസിപ്പിൾസ് ബിക്കാൻ ടു ഷേപ്പ് ആൻഡ് ഇവോൾവ്. അവിടെ നിന്നാണ് മോറൽ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നത്? ഇവോൾവ് ചെയ്ത് വരുന്നത്. ഹിസ് ഫണ്ടമെൻ്റൽ ആർഗ്യുമെൻറ്റ് ഈസ് ദാറ്റ് മൊറാലിറ്റി ഈസ് നോട്ട് സ്റ്റേറ്റിക്, റാദർ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. നമ്മൾ ആദ്യം പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് മൊറാലിറ്റി എന്ന് പറയുന്നത് എന്തല്ല, സ്റ്റേറ്റിക് ആയിട്ടുള്ള പെർമനൻ്റ് ആയിട്ടുള്ള എന്നല്ല, റാദർ ഇറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത്. അതിനെന്ത് സംഭവിച്ചുകൊണ്ടേയിരിക്കും? ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെ? ബയോളജിക്കൽ എവല്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ബയോളജിക്കൽ എവല്യൂഷൻ പോലെ തന്നെ എന്താണ് മോറൽ പ്രിൻസിപ്പിൾസിലും മൊറാലിറ്റിയിലും ഡെവലപ്മെൻറ്റും എവല്യൂഷനും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് നമുക്കറിയാം എവല്യൂഷണറി തിയറി അദ്ദേഹം എന്താണ്? ബയോളജിക്കൽ എവല്യൂഷൻ അദ്ദേഹം എന്ത് ചെയ്തു? ആ തിയറി അദ്ദേഹം എത്തിക്സിൽ എന്ത് ചെയ്തു? അപ്ലൈ ചെയ്തു. സ്പെൻസർ ഓൾസോ എംഫസൈസ്ഡ് ദാറ്റ് വി ഷുഡ് അക്നോളജ് ദ അൺനൗൺ എൻഡ് പോയിന്റ്സ് ആൻഡ് ഒറിജിൻ ഓഫ് ദിസ് എവല്യൂഷണറി പ്രോസസ്സ്. അപ്പോൾ ഈ ഒരു എവല്യൂഷണറി പ്രോസസ്സിൻ്റെ എൻഡ് പോയിന്റും ഒറിജിനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ടുള്ള ഒരു എൻഡ് പോയിന്റോ കൃത്യമായിട്ടുള്ള ഒരു ഒറിജിനോ നമുക്ക് പറയാൻ സാധിക്കണം. അതിനെക്കുറിച്ചിട്ട് നമ്മൾ ബോധവാന്മാരായിരിക്കണം. പിന്നെന്താണ്? ഓക്കെ, എവല്യൂഷൻ ഷേപ്സ് മൊറാലിറ്റി. എവല്യൂഷൻ എന്തിനെ ഷേപ്പ് ചെയ്യുന്നു? മൊറാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്നു. അതൊരു ഹെഡിങ് അല്ല കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ എഴുതേണ്ടതാണ്. സ്പെൻസർ ഇൻഫേർഡ് മോറൽ ലോസ് ഡ്രോയിങ് അപ്പോൺ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ്. ബയോളജിക്കൽ പ്രിൻസിപ്പിൾസിൽ നിന്നാണ് അദ്ദേഹം മോറൽ ലോസ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻഫർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ദ എവല്യൂഷണറി ഹിഡനിസം പോസിറ്റഡ് ദാറ്റ് ദ ലോസ് ഓഫ് ബയോളജിക്കൽ എവല്യൂഷൻ ഇൻഹെറൻ്റ്ലി സപ്പോർട്ട് ഹിഡനിസം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എവല്യൂഷണറി ഹിഡനിസം എന്താണ് പറയുന്നത്? ബയോളജിക്കൽ എവല്യൂഷനിലെ ലോസ് എല്ലാം തന്നെ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഹിഡനിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Spencer asserted that the task of moral science is to deduce the actions which inevitably lead to happiness or sadness. അപ്പം മോറൽ സയൻസിൻ്റെ പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ആക്ഷൻസിനെ ഡിഡ്യൂസ് ചെയ്യുക. പലതരത്തിലുള്ള ആക്ഷൻസ് ഉണ്ടാകാം. നമ്മൾ ഹാപ്പിനെസ്സിലോട്ട് നയിക്കുന്ന ആക്ഷൻസ് ഉണ്ടാവാം, സാഡ്നെസ്സിലോട്ട് നയിക്കുന്ന ആക്ഷൻസ് ഉണ്ടാവും. അതിനെന്ത് ചെയ്യുക? ഡിഡ്യൂസ് ചെയ്തെടുക്കുക. ദിസ് റാഷണൽ ഹെഡനിസം ഈസ് സെൻറ്റേർഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് എവല്യൂഷൻ ഹാസ് ഷേപ്ഡ് മൊറാലിറ്റി. അപ്പം ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? റാഷണൽ ഹിഡനിസം എന്ന് പറയാം. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്? എവല്യൂഷൻ ഹാസ് ഷേപ്ഡ് മൊറാലിറ്റി. എവല്യൂഷനാണ് എന്തിനെ ഷേപ്പ് ചെയ്യുന്നത്? മൊറാലിറ്റിയെ ഷേപ്പ് ചെയ്യുന്നത്. പ്ലഷർ ആൻഡ് പെയിൻ സെർവ് പ്രൈമർലി ആസ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഹെഡിങ് അല്ല കേട്ടോ, ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതേണ്ടതാണ്. വീണ്ടും നമുക്ക് പറയാം, പ്ലഷർ ആൻഡ് പെയിൻ സെർവ് ആസ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പ്ലഷറും പെയിനും എന്താണ്? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. വിത്ത് പ്ലഷർ കോറിലേറ്റ്സ് ടു ആക്ഷൻ കൺഡ്യൂസീവ് ടു വെൽഫെയർ ഓഫ് ആൻ ഓർഗാനിസം. അപ്പം പ്ലഷർ നമുക്ക് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യാം? അതായത് ഒരു ഓർഗാനിസത്തിന് വെൽഫെയർ നൽകുന്ന ആക്ഷനുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് പെയിൻ കോറിലേറ്റിംഗ് ടു ആക്ഷൻ ഹാംഫുൾ ടു ഇറ്റ്. അപ്പം ഒരു ഓർഗാനിസത്തിന് എന്താണ് വേദന നൽകുന്ന ആക്ഷനുമായിട്ട് നമുക്ക് എന്തിനെ കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും? പെയിനെ കോറിലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബയോളജിക്കൽ ആൻഡ് മോറൽ ബെനിഫിറ്റ് ഓഫ് പ്ലഷർ ആണ്. അത് എഴുതണ്ട, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്പെൻസർ കണ്ടന്റഡ് ദാറ്റ് പ്ലഷർ പ്രൊമോട്ട്സ് ലൈഫ് വൈൽ സഫറിങ് ഇംപീഡ്സ് ഇറ്റ്. അപ്പോൾ സ്പെൻസർ പറയുന്നത് എന്താണ്? പ്ലഷർ നമ്മുടെ ലൈഫിനെ പ്രൊമോട്ട് ചെയ്യും, സഫറിങ് എന്ത് ചെയ്യും? അതിനെ ഇംപീഡ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ തടയും. ബൈ ഇക്വേറ്റിംഗ് പ്ലഷർ വിത്ത് ലൈഫ് അഡ്വാൻസ്മെൻറ്റ് ആൻഡ് സഫറിങ് വിത്ത് ഒബ്സ്ട്രക്ഷൻ. അപ്പം ഇവിടെ എന്താണ്? പ്ലഷറിനെ എന്തുമായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുന്നത്? ലൈഫ് അഡ്വാൻസ്മെൻറ്റുമായിട്ടും സഫറിങ്ങിന് ഒബ്സ്ട്രക്ഷനുമായിട്ടുമാണ്. നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് വീണ്ടും പറയുന്നത്. സ്പെൻസർ അണ്ടർസ്കോർസ് ദി ഇമ്പരേറ്റീവ് ഓഫ് പ്ലഷർ സീക്കിംഗ് ബിഹേവിയേഴ്സ് ഫോർ ദ പ്രിസർവേഷൻ ആൻഡ് ഫ്ലറിഷിംഗ് ഓഫ് ലൈഫ്. സ്പെൻസർ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മളെന്താണ്? പ്ലഷർ സീക്കിംഗ് ബിഹേവിയർ ആണ് നമുക്കുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ലൈഫ് ഫ്ലറിഷ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പ്ലഷർ ഇൻ സ്പെൻസേഴ്സ് വ്യൂ
എമർജസ് ബോത്ത് മോറലി ആൻഡ് ബയോളജിക്കലി ബെനിഫിഷ്യൽ. അദ്ദേഹം സ്പെൻസറിൻ്റെ വ്യൂവിൽ പ്ലഷർ എന്ന് പറയുന്നത് എന്താണ്? മോറലി ആൻഡ് ബയോളജിക്കലി ബെനിഫിഷ്യലാണ്. അലൈനിങ് വിത്ത് ഓവർ ആർച്ചിങ് പ്രിൻസിപ്പിൾ ഓഫ് എവല്യൂഷണറി യൂട്ടിലിറ്റേറിയനിസം. അപ്പോൾ അതിനെ നമുക്ക് എന്തുമായിട്ട് അലൈൻ ചെയ്യാം? എവല്യൂഷണറി യൂട്ടിലിറ്റേറിയനിസത്തിൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് എവിടെ നോക്കാനുള്ളത്? സ്പെൻസറിൻ്റെ എവല്യൂഷണറി ഹിഡനിസത്തിൽ നോക്കാനുള്ളത്. സ്പെൻസറിൻ്റെ ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ.